ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പമാണ്. പാലപ്പം ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നില്ല, പാലും ഉപയോഗിക്കുന്നില്ല. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. പച്ചരി 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ചോറ്, നമ്മുടെ സാധാ ചോറ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഈസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത്, അതിന് പകരം നമ്മളിത് പുളിമാവാണ് ഉപയോഗിക്കുന്നത്. വീട്ടിലെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം എന്താ പുളിമാവെന്ന്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിനകത്തേക്ക് അരി ഇടുക. അരി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, പാകത്തിന് അരയ്ക്കാനുള്ള ഒരു പാകത്തിന് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് അരച്ച് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരയ്ക്കുക. ചോറ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. അതിന് ശേഷം അരച്ചെടുക്കുക, നന്നായി അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായി അരഞ്ഞു വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും എത്ര തിക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് പുളിമാവ് ചേർത്ത് കൊടുക്കുകയാണ്. പുളിമാവ് നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന 1.5 കപ്പ് അരിക്ക് നമ്മൾ ചേർക്കുന്നത് 1 സ്പൂണും പിന്നെ ഒരു 1/2 സ്പൂണോടെയാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം അത് കൈകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി എല്ലായിടത്തും അത് മിക്സ് ആവാൻ പാകത്തിന് പുളിമാവും നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരിമാവും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വന്ന് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൈകൊണ്ട്. അതിന് ശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. വെള്ളം കൂടുതലില്ലാന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മുടെ ഒരു പാലപ്പത്തിന് ആ കോരി ഒഴിച്ച് കൊടുക്കുന്ന പാകത്തിന് ഈ ഒരു കൺസിസ്റ്റൻസി മതി അതിൻ്റെ ഇതിന്. അപ്പോൾ അതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വയ്ക്കുക. ഇനി അത് മൂടി വെച്ചതിന് ശേഷം നമ്മളിത് രാത്രിയാണ് ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. രാത്രി നമ്മളിപ്പോൾ ഏകദേശം ഒരു 8-8:30 ആയപ്പോഴാണ് നമ്മൾ മൂടി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിന് ശേഷം ഇതിപ്പോൾ രാവിലെ എടുത്തിരിക്കുകയാണ്. രാവിലെ എടുക്കുമ്പോൾ ഏകദേശം ഒരു 7 മണിയോട് കൂടി നമ്മളിപ്പോൾ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതുപോലെ ഇത് പുളിച്ച് പൊങ്ങിയിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ കട്ടി കണ്ടു കാണും. ഇനി അത് നമുക്കൊരു തവി ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ അത് പുളിച്ച് നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക. ഉപ്പ് എല്ലായിടത്തും ഒന്ന് നല്ലപോലെ മിക്സായി വരണം. ഉപ്പ് മിക്സായി വന്ന് നമുക്ക് ഇതൊന്ന് കോരി ഒഴിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിൽ തിക്നെസ്സിൽ കിട്ടണം. ഇനി നമ്മളൊരു പാലപ്പത്തിൻ്റെ ചട്ടി ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് വെച്ച് കൊടുക്കുക. അതില്ലാത്തവർ ചീനിച്ചട്ടി വെച്ചാലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ട് നമ്മളതൊന്ന് ചൂടാവാൻ വയ്ക്കുക. ചൂടായി അതൊന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് വേണം നമ്മൾ ചൂടാക്കാൻ. അതിന് ശേഷം അത് പൊക്കി നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് കളർ മാറി വരുന്നത് കാണാം. നല്ല പൂ പോലെയുള്ള പാലപ്പം ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് വീട്ടിൽ പാലപ്പം ഉണ്ടാക്കുന്ന പോലെ അതിനകത്ത് തേങ്ങ ചേർക്കണ്ട, അതുപോലെ പാല് ചേർക്കണ്ട, ഒന്നും വേണ്ട. നിസ്സാരമായിട്ട് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിലുണ്ടാക്കുക. സാധാരണ നമ്മൾ അപ്പത്തിനുണ്ടാക്കുന്ന അതേ മാവ്, അരിമാവ് മാത്രം മതി. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ടൊരു പാലപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ പാലപ്പത്തിൻ്റെ ഒരു മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര സോഫ്റ്റാണ്. അതിൻ്റെ ഹോൾസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതുപോലെ തന്നെ വളരെ സോഫ്റ്റാണ് ഈ അപ്പം. വളരെ സോഫ്റ്റുമാണ്. നല്ല ഒന്നാം തരം പാലപ്പം, നല്ല പൂ പോലുള്ള പാലപ്പം ഇത് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.